അപ്പോൾ നമ്മളുടെ ഗോവ ട്രിപ്പിന്റെ 3rd ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണേ. രണ്ടുപേരുടെ ബർത്ത്ഡേ ഈ ജൂലൈ മാസത്തിലുണ്ട്. 7-ാം തീയതി ജൂലൈ 7 അനൂപിന്റെ ബർത്ത്ഡേ, വിഷിംഗ് അനൂപ് ഹാപ്പി ബർത്ത്ഡേ. ജൂലൈ 1-ാം തീയതി ജെകെയുടെ ബർത്ത്ഡേ ആണ്, വിഷിംഗ് ജെകെ ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ടുള്ള കേക്കെല്ലാം റെഡിയാണ്. ഇത് ജസ്റ്റ് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു മിസ്റ്റർ ജയകൃഷ്ണൻ, ഹാപ്പി ബർത്ത്ഡേ ടു മിസ്റ്റർ അനൂപ്. കഴിക്കാൻ കയറിയിരിക്കുകയാണ്. മസാല ദോശ, ക്രിസ്പി ആൻഡ് ടേസ്റ്റി മസാല ദോശ. അപ്പോൾ ഇതാണ് അപ്പർ അഗോഡ ഫോർട്ട്. ഫോർട്ട് അഗോഡയിലാണ് ഇപ്പം ഇരിക്കുന്നത്. ഇവിടെ കയറാനായിട്ട് ഒരു എൻട്രി ഫീസ് ഉണ്ട്. ക്യാഷാണ് നമ്മൾ 25 രൂപ വെച്ച് കൊടുക്കണം. ഓൺലൈനാണെങ്കിൽ 20 റുപ്പീസാണ് നമുക്ക് വരുന്നത്. ഇവിടെ ഗോവ വരെയാണ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണിത്. 25 രൂപ കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ പാർക്കിങ്ങിന് നമ്മളൊരു 50 രൂപ കൊടുക്കണം. ബൈക്കിന് 50 ആണ്. Train in the port, but always remember to carry liquid cash. അവിടെ കൂടെ നടത്തുന്നത് നമ്മൾ ഈ റാമ്പ് വഴി താഴേക്ക് ഇറങ്ങുന്നത്. അല്ലെന്നാണെങ്കിൽ നമുക്ക് ഇവിടെ കൂടി തന്നെ ആറ്റത്തേക്ക് പോകാം. ഇതുണ്ടോ, ലൈറ്റ് ഹൗസ് ആണ് ഈ കാണുന്നത്. അടിപൊളി. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഒരു സ്പോട്ടിലേക്ക് പോകുന്നതായിരിക്കും. ഉള്ളിലേക്ക് എൻട്രി കയറിയത് ഇവിടെ കൂടെയാണോ നമ്മൾ കയറിയത്? ഇതാണ് അപ്പോൾ അതിൻ്റെ എൻട്രൻസ്. അതിൻ്റെ മേളിലുള്ള ഭാഗമാണ് നമ്മളേക്ക് കാണുന്നത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ കയറി നിൽക്കാൻ പോകുന്നത്. ആണോ, ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ് കാണുന്നത്. ഇവിടെ കൂടെയാണ് ആൾക്കാർ ഉള്ളിലേക്ക് കയറുന്നത്. ചെറിയ മഴയേ ഉള്ളൂ, വലിയ മഴയില്ല. അത് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഷാപ്ര ഫോർട്ട് എക്സ്പ്ലോറേഷൻ കഴിഞ്ഞു. അടുത്ത പരിപാടി നമ്മൾ നമ്മുടെ ഹോട്ടലിൽ പോവാം. അവിടെ ലഗേജ് എടുക്കുന്നു, പിന്നെ സ്റ്റേഷനിലോട്ട് വരുന്നു. ഒരു ഗോവൻ ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ഒരു ഗോവൻ കടി. ചായ വന്നു കഴിഞ്ഞു, കടി ഇപ്പം തന്നെ വരുന്നതായിരിക്കും അല്ല സഞ്ജീവ? അതെ, ഇതുവരെ കഴിച്ചതിൽ ഈ പാവ് ഇത്രയും സോഫ്റ്റ് ഞാൻ കണ്ടില്ല. ജേഷൻ എങ്ങനെയുണ്ട്? ഓംലെറ്റ് ഇതെനിക്കൊന്ന് പാവ് പോലത്തെ ബ്രെഡാണ്. നമ്മുടെ സാധാരണ ബ്രെഡല്ലേ ഇത്? പാവ് പോലത്തെ ബ്രെഡിൻ്റെ അകത്ത് തന്നെ ബ്രെഡ് അതിൻ്റെ ഓംലെറ്റ് ഉണ്ടാക്കി വെച്ച് സോസൊക്കെ അതിനകത്ത് ഒഴിച്ച് തന്നിട്ടുണ്ട്. അടിപൊളി. തിരിച്ച് മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കണേ. അപ്പോൾ നമ്മളുടെ 3ാമത്തെ ദിവസം ഗോവ ട്രിപ്പിൻ്റെ അവസാനിച്ചു. നമ്മുടെ ട്രെയിൻ ഡിലേ ആണ്. 11 മണിക്കൊണ്ട് വരേണ്ട ട്രെയിൻ ഇവിടെ റെഡ് അലേർട്ടും മഴയൊക്കെ കാരണം ഏകദേശം എത്തുമ്പോൾ വൈകിട്ട് രാവിലെ 5 മണിയാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടോണി തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചേ. ഇതാണോ പുഞ്ചിരി? അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഗോവ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയായിരുന്നു. വെരി സക്സസ്ഫുൾ 3 days ഇൻ ഗോവ. 3 ദിവസം എങ്ങനെ പോയി അറിഞ്ഞില്ല, സത്യം പറഞ്ഞു. പിന്നെ ട്രെയിൻ ഡിലേ ആയതുകൊണ്ട് അത് മാത്രമുള്ള ഒരു ലാഗ് ആയിരുന്നു. അല്ലെങ്കിൽ വളരെ അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗോവ ട്രിപ്പ് ഇവിടെ തീരുകയാണ്. ഷാജി പാപ്പനെ നമ്മൾ ആലുവയിൽ ഇറക്കി വിട്ടു. ഞാൻ, ഡാനി, മാർക്കസ്, അനൂപ് ഇവിടെ ടൗണിൽ ഇറങ്ങി. നമ്മൾ സൗത്തിലാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഇവിടെ വണ്ടി ചെറിയ സ്റ്റോപ്പാണ്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി ഇവിടുന്ന് ഡാനിയുടെ വീട്ടിലോട്ട് പോയപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് നമ്മളെല്ലാം ബൈക്ക് വെച്ചിരിക്കും. അപ്പോൾ അവിടെ പോകുന്നതായിരിക്കും. ടോണി നമ്മളെ വണ്ടി വെച്ചിട്ടുണ്ട്. ടോണി എറണാകുളം സൗത്തിൽ പോയി ഇറങ്ങിയായിരിക്കും പോകുന്നത്. അപ്പം ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ഈ ട്രിപ്പ്. ട്രെയിൻ കുറച്ച് ലേറ്റായി. നമ്മൾ വിചാരിച്ചാലും താമസിച്ചാണ് എത്തിയത്. 6 മണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ട്. എങ്കിലും നല്ലപോലെ എൻജോയ് ചെയ്തൊരു ട്രിപ്പാണ്. വീണ്ടും ഒരു ട്രിപ്പിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ട്രിപ്പിൽ നമുക്ക് കാണാം. പറ
വളരെ നാളുകളുടെ ഒരു പ്ലാനിങ്ങിന് ശേഷമാണ് നമ്മളൊരു ഗോവ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് നമ്മളിങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഡിലേസ് ഉണ്ടായിരുന്നു, ക്ലൈമറ്റ് ചലഞ്ചസ് ഉണ്ടായിരുന്നു, പക്ഷേ വി റിയലി എൻജോയ്ഡ് ദ ട്രിപ്പ്. ഓസം. വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് വൺ. ആർക്കോ 3 ദിവസത്തെ അടിപൊളി ട്രിപ്പ്. എപ്പോൾ തുടങ്ങി എപ്പോൾ തീർന്നത് ചോദിക്കേണ്ട ഒന്നും അറിഞ്ഞില്ല. ഇപ്പോൾ ബാക്ക് ടു എറണാകുളം ജംഗ്ഷൻ, തിരിച്ച് നാട്ടിലെത്തി ഗൈസ്. ഇനി കുറച്ച് നാൾ പണിയെടുക്കണം, പൈസ സമ്പാദിക്കണം, അടുത്ത ട്രിപ്പിൽ പ്ലാനിങ് ചെയ്യണം. ഇന്നത്തെ ഡിന്നർ ഫൈനൽ, ദി എൻഡ് ഓഫ് ദ ജേർണി, അവസാനത്തെ ഡിന്നർ. ഇന്നത്തെ വീട്ടിൽ ഇത്രയും അൺഎക്സ്പെക്ടഡ് ഡാനീസ് മമ്മി. ഇതാണ് യഥാർത്ഥ ഗ്രാമീണ ഫുഡ്. അപ്പോൾ നമ്മൾ ഗ്രാമീണ ഫുഡ് കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ചെമ്മീൻ, തേങ്ങ, ചെമ്മീൻ, അച്ചിങ്ങ, മാങ്ങാച്ചാറ്, ഉപ്പുമാങ്ങ, അയിലക്കറി, കൊള്ളു വറുത്തത്, മാർക്കറ്റിൻ്റെ ഇതിലെല്ലാം ഉണ്ട്. ഇതിലേക്ക് നോക്കിയാൽ അതിനൊന്നും പറയണ്ട. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ്. പല പ്രാവശ്യം നമ്മളിവിടെ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്ന കാര്യമില്ല. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇല്ല, അതെ, ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അടുത്ത ട്രിപ്പ് വരെ ബൈ.